ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പറയണ്ടല്ലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിൻഹാസ് ആൻഡ് ഫീമെയിൽസ് വേൾഡ് കസിൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ബാക്ക്. പിന്നെ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, മൈ നെയിം ഇസ് മിൻഹ ആൻഡ് ഐ എം studying in 5th standard. I am 10 years old. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ്ങിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ എല്ലാവരും ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ ആയിരിക്കും അത് വരുന്നുണ്ടാവുകയെന്ന്. അപ്പം ഞാൻ ഇരിക്കുന്നത് പകുതി ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പകുതി ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. Shop today at Lifestyle and lifestylestores.com. 36 വർഷങ്ങളിൽ ഒരു കോടിയിലേറെ സംതൃപ്തരായ ഉപഭോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആശ്വാസമാണ് പങ്കജ കസ്തൂരി. കാണുന്നില്ലെന്ന് മനസ്സിലാക്കാം. കാണാമോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു പണിക്കുന്നില്ല, ഒരു 10,000 പണി ഉണ്ടാകും. ഞാനിത് അവിടെ താഴെയാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് സൂചിയൊക്കെ ഉണ്ടതില്ലേ, കണ്ടോ? സൂക്ഷിച്ച് നടക്കണം. ഞാൻ പറക്കിയിട്ട് വരാം ഗേൾസ്. പിന്നെ ഇതൊരു ക്ലോസ് ആയിട്ടുള്ളൊരു പിന്നാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓപ്പൺ ആയിട്ടുള്ളൊരു പിന്ന് ഞാനിത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ കാല് കുത്തിയേനെ. സ്കൂളിൽ നിന്ന് വരണവരെ ഇത് ഊരി വെച്ചിട്ടില്ല. അതിന് ശേഷം അതൊക്കെ പറക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാം കറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതെന്റെ പ്രിന്റാണ്, അതൊക്കെ ഞാൻ വിളിച്ചെടുക്കും. കഴിഞ്ഞ വർഷത്തെ തോന്നുന്നു. എന്താന്ന് വെച്ചാൽ കുഞ്ഞിപ്പിള്ളേരൊക്കെ താഴെ ഉണ്ടാണല്ലോ, വെറുതാണല്ലോ കളിക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ കൊടുക്കാൻ ഇത് അടിച്ചു വരാം. ചുമ്മാ ഇതൊരു സാധനം വൃത്തിയാക്കാനാണ്. അതായത് ഒരു ചെറിയൊരു
ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു. അങ്ങനെ ചെയ്യാൻ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ഹോളിഡേ കിട്ടിയത് ഞാൻ ഇങ്ങനെയാണ്. കാരണം ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഹോളിഡേയിലൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ തന്നെ ഒരു നേഴ്സ് ഉണ്ടോ, നേഴ്സിനെ ക്ലിയർ ചെയ്തിട്ട് ഓരോ നാളായി ഹോളിഡേ കിട്ടിയിട്ട് വെച്ചിട്ടിരിക്കാം. അതായത് നമ്മൾ മനുഷ്യന്മാരെ ബാധിക്കുന്ന നെഗറ്റീവായ എനർജി ഇല്ലേ, ഇങ്ങനെ സൈൻസ് നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒതുക്കി പറ്റിക്കണം. ക്യാമറയുടെ സ്ഥാനം മാറ്റുകയാണ്. പക്ഷേ മനുഷ്യരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നത് മനുഷ്യന്മാരുടെ മാഗ്നറ്റിക് ഫ്ലെക്സും ഈ പ്രപഞ്ചത്തിന്റെ മാഗ്നറ്റിക് ഫ്ലെക്സും അത് ജ്യോതിഷം കോസ്മിക് മാഗ്നറ്റിക് സയൻസ്. ആദ്യം ഇത് വിളക്കി വെക്കാം. എൻ്റെ ഒരു ഈ പ്രപഞ്ചത്തിലെ ചില നെഗറ്റീവ് പ്രോബ്ലങ്ങൾ ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ പക്ഷേ അത് എളുപ്പമാവും എടുക്കാൻ. അതുപോലെ ടേബിൾ ഇടാം. അങ്ങനെയുള്ള ആളുകൾ ചെന്ന് കയറുന്ന സ്ഥലത്തെ ആളുകളെ അപ്പോൾ നമുക്ക് ഇപ്പം നടുവിൽ വെക്കാം. ഉദാഹരണത്തിന് കല്യാണം കഴിച്ചു വരുന്നത് ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നെഗറ്റീവ് എനർജിയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ബെഞ്ചിനകത്ത് ടേബിൾ മൊത്തം മാറ്റിയിട്ട് നമുക്ക് അടക്കി വെക്കാം. എനിക്ക് അതിനൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാനങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും തോന്നുന്നില്ല. അമ്മയ്ക്ക് ഒരു കള്ളി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് എടുക്കാം. ഇതൊക്കെ മേടം ഒരു കളിയല്ല, 2 കളി വേണ്ട. ഒരു അമ്മയ്ക്ക് കുറേ ബുക്കുകളുണ്ട് അവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ചിലതൊക്കെ. ഈ ഒരെണ്ണം ആദ്യം നമുക്ക് ചെറുതും വലുതും വേറെ വേറെ ആക്കി എടുക്കാം. അമ്മയുടെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ ബുക്കുകൾ. അമ്മയുടെ പേഴ്സ്. ഇനി നമുക്ക് ഇതിൽ ഒതുക്കുന്നത് കാണിക്കാം. ഓക്കെ, ക്യാമറ കുറച്ച് ദൂരമുണ്ട്. എക്സാം എങ്ങനെയായിരിക്കും? 100% കയ്യടിച്ചത് കാണുന്നുണ്ടോ? നിനക്കതിന്റെ ഫലം നിങ്ങളുടെ കുട്ടികളുടെ ജീവിത വിജയത്തിനായി പരിശ്രമിക്കുമ്പോൾ HDFC ലൈഫ് സേവിങ്സ് പ്ലാനുകളോടൊപ്പം അവരുടെ ഭാവിക്കായി തയ്യാറാകും. HDFC ലൈഫ് അന്തസ്സോടെ ജീവിക്കും. സ്ഥലക്കെട്ട് കരം
സ്റ്റാർ സിംഗർ സീസൺ 2 നാളെ രാത്രി 9 മണിക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കളിയായിട്ടുണ്ട് ഞമ്മടെ വല്ലതും ശ്രദ്ധിക്കാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുതിയ ബുക്കുകൾ കവർ ചെയ്യാത്ത ബുക്കുകളും വേർതിരിച്ച് വെക്കണം. സീരിയൽ വെച്ചിട്ടുണ്ട്. സൗണ്ട് ചിലപ്പോൾ കേൾക്കൂല, നമുക്ക് നാട്ടിലൂടെ ഇത് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ഇരിക്കാറുണ്ട്. കാരണം ഇനി മുതലെല്ലാം സിംഗിളായിട്ട് തുടങ്ങാൻ പോകും. എല്ലാം സിംഗിൾ. മാത്സ് മാത്രം എന്താ പറയുക, ചെക്ക് പ്ലെയിനാണ്. A4 ഷീറ്റ് പോലെ പ്ലെയിനാണ്. കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുത്തൻ പുതിയ ഫ്രഷ് വേറെ ഏതായാലും എല്ലാം ഫ്രഷ് ഒന്ന് മനസ്സിലാക്കാം. പുതിയൊക്കെ എനിക്കുണ്ട്. ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാനൊരു വീഡിയോ കൂടി ഉണ്ടാക്കി. ഇപ്പോൾ പുതിയ ബുക്കുകളൊക്കെ തോന്നുന്നു സേഫ്റ്റി. അമ്മ സൂചി കുത്താൻ വേണ്ടി, അതായത് ഇവിടെ കുത്തുകയല്ല, അതായത് സാരി കൊടുക്കുമ്പോൾ ഷോളൊക്കെ ഇവിടെ കുത്തി വെക്കാനൊക്കെ വേണ്ടിയിട്ട് സൂചി അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരൊറ്റെണ്ണം കണ്ടു. അപ്പോൾ കണ്ടോ, അവിടുന്ന് ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് കിട്ടും. ആക്ടിവിറ്റീസിൻ്റെ ബുക്സ് സെൻറ്റർ സ്കൂൾ ഡ്രോയിങ്ങിൻ്റെ ഈ ബുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയത്. കറക്റ്റ് പേജ് തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് എൻ്റെ ഇതാണ് എൻ്റെ ക്ലാസ് ഫോട്ടോ. 3rd A. ഇതാണ് ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് ഫോട്ടോ. കണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഈ അറ്റത്ത് നിൽക്കുന്നതാണ് ഞാൻ. വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ മുഖം കണ്ടിട്ട്. അത് സെയിം ഇതിലായിരിക്കും. നീ ചെയ്തു നോക്കിയ ട്രെയിനിങ്, അതിന്റെ ഫലമായി കിട്ടിയ ജയിൽവാസവും ഞങ്ങൾക്കുണ്ടാക്കിയ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. ഇത് പാഠ്യപുസ്തകമാണ്. ഇതും പാഠ്യപുസ്തകം. ചോദ്യങ്ങളുടെ ഒരു ബുക്കാണ്. അപ്പോൾ ആവശ്യമില്ല, അങ്ങനെ പഠിക്കുന്ന ബുക്കുകൾ ഞാൻ ടേബിളിൻ്റെ ഉള്ളിലാണ് വയ്ക്കാറ്. ഈ ടേബിള്
ഒന്നുമില്ല. അപ്പോൾ ഈ ടേബിളിൻ്റെ ഉള്ളിലാണ് വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിയതാണ് കട്ട് ആൻഡ് ടേസ്റ്റ്. നമുക്ക് നല്ല ആവശ്യം വെറും എന്ന് വിശ്വസിക്കുന്നു. ആണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ല അസൈൻമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതിന് കട്ട് ചെയ്ത് പിടിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഫുഡ്സ്, അനിമൽസ്, വൈൽഡ് അനിമൽസ്, പ്ലേസസ്, ടെമ്പിൾസ് ഓഫ് കേരള. ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ട് തിരുവനന്തപുരത്തുള്ളത്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഭീമാപ്പള്ളി മോസ്കാണ് അവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അവർക്കറിയുള്ളൂ. കുറച്ചൊക്കെ വലുതാണ്. സപ്പോർട്ടായി അമ്മയുടെ ബുക്കുകൾ കഴിഞ്ഞിട്ടില്ല. അതാ ഇരിക്കുന്നു നിരന്ന്. സ്ലിപ്സ് ആണ് കേട്ടോ. മ്യൂസിക്കിൻ്റെ വേറെ ബുക്സ്. എന്തോ ഒരു ബുക്കാണ്. ഇവിടുന്ന് വാങ്ങിയതാന്ന് തോന്നുന്നു. അറിയത്തില്ല ഇവിടുന്ന് ഇതൊക്കെ അമ്മയുടെ എൻ്റെ പ്രിന്റ് സന്തോളാണ് കേൾക്കുന്നുണ്ട്. ട്രേസിംഗ് പേപ്പർ ഉണ്ട്. ഇതിൽ കൂടെ ഒന്നും കാണാനില്ല. കുറേ സാധനങ്ങൾ വെക്കാനാണ്. പിന്നെ ഇത് എൻ്റെ പുതിയ റൈറ്റിംഗ് ബോർഡ്. കുറച്ച് കൂട്ടായി തോന്നിയപ്പോൾ പിന്നെ എടുത്തതാണ്. കൂട്ടിൻ്റെ ആളാണെന്നോ നിങ്ങളാണോന്ന് അറിയില്ല. കൂട്ടിൻ്റെ ആളത്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എനിക്ക്. ഇതൊക്കെ വന്നോടെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അതിന് ശേഷം ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് അടക്കിയേക്കാം.
പിന്നെ കുറച്ച് വലിയ ബുക്സാണ്. ഇനിയെങ്കിൽ ഞാൻ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇനി ഇങ്ങനെ എന്നെ കൊണ്ടുപോകണം. പക്ഷേ ഇനി അങ്ങോട്ട് നീക്കി വെക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ഒരുപാട് കൂട്ടിയത് പൊട്ടി വീഴുകയില്ല ചെയ്യുന്നത്. അങ്ങോട്ട് പൊട്ടിച്ചടിച്ചു. ഇതൊക്കെ താഴെ വീഴും. ഇത് അതേപോലെ പേരൊന്നും എഴുതിയിരിക്കണം. എനിക്ക് 2 സെയിം ആയിട്ട് കളർ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു 3ാമത് ഇതാണ് ഗ്രീനായി. പുതിയ ബുക്കുകളാണ്. 1 വർഷത്തേക്ക് ബുക്കുകൾ വാങ്ങിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ചും കൂടി ബുക്സ്. കുറച്ച് പണിയുണ്ട്. ടേബിളിന് അമ്മയുടെ ബുക്കാണ്. ഇതാണ് എനിക്ക് കുറച്ച് ഇഷ്ടമായ ബുക്ക്. ആസ്തറ്റിക്കല്ല, എന്ത് സാധനമാണാവോ കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. വലുതും ചെറുതും വേറെ വേറെ ആക്കിയിരിക്കാനാണ് നിങ്ങളുടെ എൻ്റെ ഒരു നിഗമനം. സീരിയൽ വെച്ചിരിക്കുന്നതാണ്. പഠിക്കുന്ന ബുക്സ് മാറ്റിയേക്കാം. പഠിക്കുന്ന വലിയ സ്ഥലത്താണ്. അയ്യോ ഫോട്ടോ 2 ഷെൽഫ് അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ലോങ് വീഡിയോ അപ്ലോഡാവും, ഇല്ലേ ഷോർട്ടിലായിരിക്കും അപ്ലോഡ് ആവുന്നുണ്ടാവും. ഷോർട്ടിൽ അപ്ലോഡ് ആകുമ്പോഴാണെങ്കിൽ ഈ വീഡിയോ മിക്കവാറും അപ്ലോഡ് ആകത്തില്ല.
ഈ പേനകളും പെൻസിലും ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ സ്റ്റേഷനറീസാണ്, എൻ്റെ ഇറേസറാണ്. ഞാൻ യൂസ് ചെയ്യാറില്ല അത് ഇറേസേഴ്സ്. മൈ പെൻസ്, മൈ ഇറേസർ, ഇതൊക്കെ എൻ്റെ പേനകൾ. 2 പെൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പെൻസിൽസാണ്. HNCയിലാണ്. പിന്നെ ഇത് ഭയങ്കര ജെൽ പേന എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ 2 ഇതാണ് ഷാർപ്നേഴ്സ്. പിന്നെ 2 ഇറേസേഴ്സ് ഉണ്ട്, 2 പെൻസിൽസ് ഉണ്ട്. പേനകളാണ് ആവശ്യം കൂടുതൽ. മറ്റേ റൂമിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ കുറേ കളക്ഷൻസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, ഞാൻ യൂസ് ചെയ്യാം. ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഫോൺ ചെറിയ ഫോണിന്. അപ്പോൾ ഇത് അമ്മയുടെ ഫോണിലാണ്. അത് കാരണം കൊണ്ട് ഇത് കുറേ നേരം നീണ്ടു നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാനിത് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് തട്ടിക്കൊണ്ടില്ല കേട്ടോ. സ്പ്രിങ് അപ്പോൾ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വേറെ ബോക്സാണ് കൊണ്ടുവന്നത്. ഇനി അടുത്ത ദിവസം ഈ ബോക്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അത് ഈ ബോക്സ് ഞാൻ തീരെ യൂസ് ചെയ്തു, എനിക്കിഷ്ടം. അതുകൊണ്ടാണ് എനിക്കറിയാം. ഒരു ചെറിയൊരു സിമ്പിൾ ബാഗുകൾക്കായി ഒരു കളി. കാണാനില്ലെന്ന് മനസ്സിലായി. കഥ ഇതൊക്കെ ക്ലീനിങ് ടവൽസ് ആണ്. ഞാനൊക്കെ ഈ
താഴ്ന്നു കിട്ടിയത്. ആ കിട്ടിയിട്ട് രണ്ട് ബോക്സസ് കണ്ടിട്ടുണ്ട്. ഒന്ന് തെർമോക്കോളിൻ്റെ, പിന്നെ ഒരു സാധാ ബോക്സ്. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. നോക്കാം, എടുത്തിട്ടാണ്. കമ്മലിലേക്ക് റൂമിൽ വെക്കേണ്ടതാണ്. ഇതും എന്താണ് കണ്ടത്, സ്ക്രാച്ച്. ഇത് ടൂത്ത്പിക്ക്. ടൂത്ത്പിക്കിൻ്റെ ഇതുണ്ട്. കുറേ സൗണ്ട് കാണാൻ കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ പ്രത്യേകിച്ചൊന്നും വെക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ ബോക്സുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എടുത്ത് വെക്കാമെന്നാണ്. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എടുത്താൽ പോരെ. കയറുന്നില്ല. ഇനി നമുക്ക് അടിയിൽ പണിയൊന്നുമില്ല, നമുക്ക് മുകളിലേക്ക് പോവാം. പക്ഷെ എന്നാലും ഇതൊക്കെയാണ് അവസ്ഥ. കാരണം ഇത് സെമസ്റ്റർ 2 ആണ് ഞാൻ യൂസ് ചെയ്യാൻ. ടി വി അടിയിൽ വെക്കളതാണ്. അടിയിലേക്ക് ഞാൻ പിന്നെ കാണിച്ചു തരുന്ന പറഞ്ഞിട്ടാണ്. ഈ ബാഗും കൂടി വെക്കണം. പക്ഷേ
അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് എവിടെയുണ്ടാവും? കൈമെന്തോ കൊണ്ട് ഇനി നമുക്ക് ഓക്കെ, ഇനി നമുക്ക് അടിഭാഗം കാണിക്കാം. ഇനിയിപ്പോൾ ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടേബിള്. പിന്നെ അടിയിലൊരു ലോക്ക് പോലെ ഇത് ഓൾറെഡി തുറന്നിരിക്കുകയാണ്. നമുക്കിത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, തുറക്കത്തില്ല. ഇനി നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ മാറ്റിയിട്ട് വരാം. കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലോക്ക് അയക്കാം. ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കുകയാണല്ലോ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ വിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഓപ്പൺ ആവുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മുമ്പ് ഇതിൽ കുറേ ചറ പറയണ്ട. ഒരു ദിവസം ഞങ്ങളുടെ ഒറ്റ ക്ലീൻ ആക്കണേ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് ബുക്കുകളൊക്കെ വെച്ചാലോ? കമോൺ. അപ്പോൾ ക്യാമറ എവിടെയെങ്കിലും വെക്കണം, ഇല്ലെങ്കിൽ സെറ്റ് ആവത്തില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ കംഫർട്ടബിൾ ആണ്. ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നാലോ? ആദ്യം നമുക്ക് കാണണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് എത്ര വൃത്തിയായി എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ എനിക്കിവിടെ എന്താ മുള്ളി വെക്കണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഇയാളെ ഇവിടെ ഇരുത്താനുള്ള പരിപാടിയിലും നോക്കുന്നുണ്ട്. ക്ലീനാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഫൈനൽ കണ്ടല്ലോ. കമോൺ. അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടം, ആരോടും പിണക്കമില്ല. കറികൾക്ക് നല്ല രുചിയില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഇത് ഇത്രയും നേരം നിങ്ങൾ കാത്തിരുന്ന് കണ്ടതിന് ഒരു 39-40 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇത്രയ്ക്കും ഞാൻ കുറേ കാര്യങ്ങൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഇരുന്ന് കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ ബൈ.